ബാക്ക് ടു അദ്വൈത് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗൈസ്, നമ്മൾ 8ാമത്തെ ദിവസത്തെ ലോങ് വീഡിയോ ചലഞ്ചാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ എല്ലാ സൺഡേയിലും ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ മെയിനായിട്ട് എൻ്റെ ആക്ടിങ് സ്കില്ല് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ആദ്യം നമ്മൾ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് മെയിനായിട്ട് ഒരു ആ ട്രാക്കിലേക്ക് കയറാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പല പോരായ്മകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിൽ കിടക്കുന്നത്. ടോപ്പിക്ക് ഈസ് ഓക്കെ ഗൈസ്. അപ്പം എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി. നമ്മൾ എല്ലാവരും ഓരോരുത്തരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ലൈഫിൽ നേരത്തെ ഒരു പ്രെഡിക്റ്റ് ചെയ്ത് വെക്കും. നമ്മൾ ഇങ്ങനെ നടക്കണം, അയ്യോ അങ്ങനെ നടന്നാൽ അടിപൊളിയായിരിക്കും, അങ്ങനെ എന്താ പറയുക, നമ്മളൊരു ജസ്റ്റ് ഒരു ആദ്യം നമ്മൾ മനസ്സിലൊരു എന്തെങ്കിലും ഒരു സംഭവത്തിന് വേണ്ടി പ്രയത്നിക്കാമെന്ന് വിചാരിക്കും. നമ്മൾ ചിലപ്പോൾ അത് കിട്ടും, അതിനെന്തായാലും നേടിയെടുക്കും, നമുക്ക് അതന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും. നോർമലി നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും. പക്ഷേ നമുക്ക് ചില സംഭവങ്ങളൊന്നും എന്താ പറയുക, നമ്മൾ ഇതിന് ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ചിലപ്പം കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നമ്മളതിൽ പ്രാപ്തനായിരിക്കില്ല, ചിലപ്പോൾ അതിന് നമ്മൾ യോഗ്യനായിരിക്കില്ല, അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ചിലപ്പോൾ നമ്മൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ അതിനെക്കാട്ടും വലിയ എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് കിട്ടാനുണ്ടാവും. പക്ഷെ നമ്മളതിൽ ഡിസപ്പോയിൻറ്റഡ് ആവാൻ പാടില്ല. നമ്മൾ ചിലപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ ലൈഫിൽ കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ എക്സ്പെക്റ്റേഷൻ എപ്പോഴും എന്താ പറയുക, ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലിയുള്ളൊരു എക്സ്പീരിയൻസ് അഭിപ്രായമൊക്കെ പറയാനുള്ളത്. എക്സ്പെക്റ്റേഷൻസ് നിങ്ങളെ കൂടുതലായിട്ട് ഇങ്ങനെ വലിയ ഒരു ഡിമോട്ടിവേറ്റിലേക്ക് എത്തിയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ മെയിനായിട്ട് കുറച്ചിട്ട് എന്താ പറയുക, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. റിയാലിറ്റി, എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റിയാണ് നമ്മുടെ ടോപ്പിക്ക്. റിയാലിറ്റി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ചിലപ്പം നമ്മൾ കുറേ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ച് കിട്ടാണ്ടായി, പിന്നെയും പരിശ്രമിച്ച് അങ്ങനെ വർക്ക് ചെയ്ത് ചിലപ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്ത് ചിലപ്പോൾ ഇതിനെക്കാട്ടും കുറച്ചും കൂടി ടോപ്പിൽ കിട്ടാനുള്ളൊരു ക്യാപ്പബിൾ ആക്കി എടുക്കാനായിരിക്കും ചിലപ്പം നമ്മൾ ഓരോരുത്തരുടെ വിശ്വാസം ബേസ്ഡ് ആണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കാര്യം പേഴ്സണലി എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഓക്കെ, അപ്പം എന്താ പറയുക, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് റിയാലിറ്റി എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. റിയാലിറ്റി എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. എന്ത് ചെയ്യുക, നമ്മളെ പോരായ്മ കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് കിട്ടാത്ത സംഭവങ്ങളിൽ ചിലപ്പോൾ കുറച്ചും കൂടി പണിയെടുത്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുക. ചിലപ്പോൾ അതിനേക്കാളും ടോപ്പായിട്ട സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ആ ഒരു ചാൻസ് മിസ്സായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, നമ്മളെ തെറ്റുകൾ എവിടെയാണോ, നമ്മളെ ഫാൾട്ടുകൾ എവിടെയാണോ, എന്താണോ പറ്റിയെന്ന് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ തിരിച്ചറിയുക, അതിന് എന്താണോ അതിന് നന്നാക്കാൻ വേണ്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ടൈം ചിലപ്പോൾ അതിൻ്റെയും ടോപ്പിലോ അല്ലെങ്കിൽ അതേ പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യും, ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. എക്സ്പെക്റ്റേഷൻ ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആവരുത്. നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ വർക്ക് ചെയ്യുക. ആ ഒരു രീതിയിലാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് വെച്ചാൽ, നമുക്ക് ഹൗ ടു റീസ്റ്റാർട്ട് അവർ ലൈഫ്. നമ്മളെ ലൈഫ് നമുക്ക് എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മളെ ലൈഫ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ എന്താ പറയുക, നമുക്ക് നോർമലി ഒരു സമയമാകുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും. നോർമലി എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് ലൈഫിൽ കുറച്ചും കൂടി സീരിയസ് ആയാൽ കൊള്ളാം, നമ്മളെ കുറച്ചും കൂടി കെയർ ചെയ്താൽ കൊള്ളാം, നമുക്ക് കുറച്ചും കൂടി നമ്മളെ ലൈഫ് കുറച്ചും കൂടി അടിപൊളിയാക്കാൻ പറ്റും, അതിനുള്ള ക്യാപ്പബിലിറ്റി നമുക്കുണ്ട്. എന്നിട്ട് നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ഡിസ്ട്രാക്റ്റാണ്, നമ്മൾ വേറെ കുറേ നെഗറ്റീവ്സുള്ള കാര്യങ്ങൾ പോയിട്ടുണ്ട്, ലൈഫ് തിരിച്ച് പിടിക്കണം എന്നൊക്കെ ഒരു ചിന്ത എന്ന് വന്നു തുടങ്ങിയോ അന്ന് തൊട്ട് നിങ്ങൾ ലൈഫിൽ എന്ത് ചെയ്യുക, ഒരു തീരുമാനം, സ്വയം മനസ്സിനോടൊരു തീരുമാനം എടുക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ ലൈഫ് ക്ലിയർ ആക്കാൻ പോവാണ് എന്നുവെച്ചാൽ, നോർമലി ഇപ്പോൾ ഒറ്റയടിക്ക് ആർക്കും ഒന്നും ചെയ്യാനാവില്ല. ഒറ്റയടിക്ക് ആർക്കും ഒരു ഹാബിറ്റ് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഒറ്റയടിക്ക് ആർക്കും ഒന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ മെയിനായിട്ട് ഓരോരോ ചെറിയ 1 by 1 ആയിട്ട് ഓരോന്ന് ചെറിയ രീതിയിൽ നമ്മുടെ ലൈഫ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ എത്ര മോശം വഴിയിലൂടെ പോയ ഒരാളാണോ, എത്ര എന്താ പറയുക മോശമായിട്ട് കാണുന്ന ഒരാളാണ്, എന്തൊക്കെ ആയിക്കോട്ടെ, നമ്മളെ ലൈഫിനെ ക്ലിയർ ചെയ്യണമെന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റിൽ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. നമ്മളൊന്ന് കണ്ണ് തുറന്ന് കണ്ടാൽ മാത്രം മതി.
അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, നമ്മളെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ ഓരോ ഹാബിറ്റ്സ് ഡെയിലി ബേസിൽ ഒരു ദിവസം രാവിലെ നേരത്തെ എണീക്കുന്നതാവും, ചിലപ്പോൾ ആ നല്ല ഫുഡ് കഴിക്കുന്നതാവും, ചിലപ്പോൾ നല്ല പ്രോപ്പറായിട്ട് ഉറങ്ങുന്നതായിരിക്കാം. മനസ്സിലായി? നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളെ ലൈഫിനെ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുക. കൂടുതലായിട്ട് ഡിസ്ട്രാക്റ്റ് ആവാണ്ടിരിക്കുക. മൊബൈൽ ഫോണിൽ ഓൾറെഡി കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട്, കുറേ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും എല്ലാം ഒരു പരിധി വെച്ച് നിങ്ങളെ കാര്യത്തിന് കുറച്ചും കൂടി പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറച്ചും കൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. അതുകൂടി നിങ്ങളെ നോളജും കുറച്ചും കൂടി വർദ്ധിക്കും, നിങ്ങളെ എക്സ്പീരിയൻസും കുറച്ച് കൂടും. ആ രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ നമ്മളെ മുന്നിലുള്ള അവസരത്തെ ആ രീതിയിൽ നിങ്ങൾ കൂട്ടിപ്പിടിച്ച് നിങ്ങളെ വളർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കാനുള്ളതാണ് എനിക്ക് മാക്സിമം മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ഇന്ന് പറയണമെന്നൊക്കെ ജസ്റ്റ് ഉദ്ദേശിച്ചൊരു കാര്യം. റീസ്റ്റാർട്ട് ചെയ്യാൻ ആർക്കും അത്ര പ്രയാസമുള്ള പണിയൊന്നുമല്ല. ആര് വിചാരിച്ചാൽ നടക്കുന്ന കാര്യം തന്നെയാണ്. ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ അത്ര ഒരു പണിയുള്ള കാര്യമല്ല. ഒരുപാട് ആൾക്കാർ അത്രയും മോശപ്പെട്ട സ്ഥിതിയിൽ കിടന്നിട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി ഒരുപാട് ആൾക്കാരുണ്ട്. ആ മോശപ്പെട്ട സ്ഥിതിയാണ് നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് പിന്നെ ഒരു ഫ്യൂവലായിട്ട് നമുക്ക് ആ ഒരു അതിനെ എന്താ പറയുക എയിം ചെയ്യാനുള്ളൊരു ഇത് ഫ്യൂവൽ അത് തന്നെയാണ്. നമ്മളതിനെ എപ്പോഴും മനസ്സിൽ ചേർത്ത് പിടിക്കുക. നമ്മളതിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡൗൺ ആകുന്ന സമയത്ത് അത് ആലോചിക്കുക, പിന്നെയും വർക്ക് ചെയ്യുക. ആ സ്ട്രോങ് ആയിട്ട് ആ വർക്ക് ചെയ്ത് അവസാനം നമുക്ക് ആ റിസൾട്ടിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എവിടെയെങ്കിലും എന്തെങ്കിലും വീണ് പോയ ഒരാളാണ് നിങ്ങളെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു അവസരം മാത്രമേ ഉള്ളൂ. നിങ്ങളൊരൊറ്റ ഒരാൾ മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങൾക്ക് സുഖമായിട്ട് ലൈഫ് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇപ്പോൾ ഇന്ന് ഈ 2026 നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങളത് തിരിച്ചറിയുക, പണിയെടുക്കുക, വർക്ക് ചെയ്യുക, മുന്നോട്ട് പോകുക.